എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, നിങ്ങൾ കല്യാണം കഴിച്ചിരിക്കുന്ന വീട്ടില് ചെറുപ്പക്കാരികളായ നിങ്ങളെ പെൺകുട്ടികളില്ലേ, ആ പെൺകുട്ടികളെ നിങ്ങളെ ഉമ്മ ഉപ്പമാർക്ക് ഖിദ്മത്താക്കിയിട്ട് സേവകന്മാരാക്കിയിട്ട് അവരെ നിർത്തുമ്പോ അതേ വീട്ടിൽ തന്നെ ഒരു പക്ഷേ വീട് വിട്ട് മാറി താമസിക്കാത്ത കാലത്തോളം സഹോദരന്മാരുടെ ഭാര്യമാരുണ്ടാകും, അതേ നിങ്ങളെ സഹോദരിമാരുണ്ടാകും. എല്ലാരും നല്ല യോജിപ്പോടെ, നല്ല സ്നേഹത്തോടെ, നല്ല ഐക്യത്തോടെ ആ ഉമ്മയെയും ഉപ്പയെയും പരിപാലിക്കണം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ? ഒരാളുടെ തലയിൽ മാത്രം അത് കെട്ടിവെക്കരുത്, ഒരാളുടെ തലയിൽ മാത്രം അത് കെട്ടിവെക്കരുത്. എല്ലാവരും പാരസ്പര്യ സ്നേഹത്തോടെ പെരുമാറണം. രണ്ടാഴ്ച ഒരാള് ഉമ്മയെയും ഉപ്പയെയും പരിപാലിക്കാൻ വേണ്ടി നിൽക്കുമ്പോ സ്വന്തം വീട്ടിലേക്കൊന്ന് പോകേണ്ടി വന്നാൽ ബാപ്പയും ഉമ്മയും ഖിദ്മത്തിന് ആളില്ലാതെ വിഷമിക്കരുത്. മറ്റേ ആള് വന്നിട്ട് അവിടെ നിന്നുകൊടുക്കണം. അയാളില്ലാത്ത നേരത്ത് മറ്റേ ആള് വേണം. ഓരോരുത്തരും അങ്ങനെ സഹകരിച്ച് മുന്നോട്ട് പോകണം. അപ്പോഴേ സ്നേഹവും ഐക്യവും അടങ്ങുന്ന കുടുംബ ബന്ധം സംജാതമാകൂ. അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കളിലും പേരമക്കളിലും കുടുംബക്കാരിലും നട്ടു വളർത്താൻ വേണ്ടി ബാപ്പമാരോടും ഉമ്മമാരോടും പഠിപ്പിച്ച ഒന്നാണ് പരസ്പര സ്നേഹബന്ധം. ആ സ്നേഹബന്ധത്തെ ജീവിതത്തിൽ അവർക്ക് വരച്ച് കാണിച്ചു കൊടുക്കണം. അങ്ങനെ വരച്ച് കാണിച്ചു കൊടുക്കുമ്പോ അതിൽ നിന്ന് മക്കളത് പാഠം ഉൾക്കൊണ്ടുവരും.